വെൽക്കം ടു അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കൻ ഫിലോസഫറായ വില്യം ജെയിംസിൻ്റെ വാക്കുകളിലൂടെ ഈസിയായി നമുക്ക് പുതിയ കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ പഠിക്കാം. വില്യം ജെയിംസ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ മനസ്സ് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സ് നമ്മൾ മാറ്റണം എന്നാണ് വില്യം ജെയിംസ് പറയുന്നത്. അപ്പോൾ ഈ കൊട്ടേഷനിലൂടെ ഇഫ് എന്ന വാക്ക് എങ്ങനെയൊക്കെ ഡെയിലി യൂസിന് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്കിന്ന് നോക്കാം. വില്യം ജെയിംസ് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. വെറുതെ നമ്മുടെ ജീവിതം മാറില്ല. നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മാറുള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ ഈസിയായി ഇങ്ങനെ കണ്ടീഷൻസ് നമുക്ക് പറയാം, ഡെയിലി യൂസിന് അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടികളിൽ ഒരു പ്രധാന നടിയാണ് ഷീലാമ്മ. ഷീലാമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാത്തക്കുട്ടി അച്ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കടാപ്പുറത്ത് പോവാൻ ബസ് പോയിട്ട് ആട്ടോ പോലും ഇല്ലല്ലോ വക്കീലേ. അപ്പോൾ ഷീലാമ്മ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കണ്ടീഷൻസ് പറയുന്ന സമയത്ത് ഇഫ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇഫ് യൂസ് ചെയ്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഓർഡേഴ്സ് കൊടുക്കാം. രണ്ടാമതായി ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. മൂന്നാമതായി നമുക്ക് എൻകറേജ്മെൻറ്റും ഇഫ് യൂസ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇഫ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ആജ്ഞാപിക്കാം, അതും ഇംഗ്ലീഷിൽ തന്നെ ആജ്ഞാപിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം. അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനൊരു കണ്ടീഷൻ പറയുകയാണ് എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഓൾറെഡി അറിയാലോ. ആ സമയത്ത് ആദ്യം ഇഫ് പറയുക. ഇഫ് ദേ കം, അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. കോൾ മീ. വെറുതെ എന്നെ വിളിക്കരുത്, അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറയുകയാണ്. അങ്ങനെ കണ്ടീഷൻ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇഫ് വയ്ക്കുക. ഇഫ് ദേ കം, ആര് വരികയാണെങ്കിൽ അവർ. അവരെന്ന് പറയുമ്പോൾ ദേ. ആദ്യം കണ്ടീഷൻ ആയതുകൊണ്ട് ഇഫ് വെച്ചു. പിന്നെ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ വയ്ക്കുക. അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെന്ന് പറയുമ്പോൾ ദേ. ഇനി ആക്ഷൻ. വരികയാണെങ്കിൽ, വരികയാണ് ആക്ഷൻ. കം. ഇഫ് ദേ കം, അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. ആദ്യം ആക്ഷൻ പറയുക, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ആക്ഷൻ മറന്നു പോകും. ആക്ഷൻ എന്താ? എന്നെ വിളിക്കൂ. കോൾ ആരെ? എന്നെ. മീ. അവർ വരികയാണെങ്കിൽ എന്നെ വിളിക്കൂ. ഇനി നമ്മൾ പറയുകയാണ് അവർ വരികയാണെങ്കിൽ അവളെ വിളിക്കൂ. എന്നെ വിളിക്കണ്ട, അവളെ വിളിക്കൂ. അവളെന്ന് വരുമ്പോൾ ഹേർ. അപ്പോൾ നമ്മൾ എങ്ങനെ ആ സെൻറ്റൻസ് ഉണ്ടാക്കും? ഇഫ് ദേ കം, കോൾ ഹേർ. അവർ വരികയാണെങ്കിൽ അവളെ വിളിക്കൂ. അവർ വരികയാണെങ്കിൽ സ്നേഹയെ വിളിക്കൂ. ഇഫ് ദേ കം, കോൾ സ്നേഹ. ഇഫ് ദേ കം, കോൾ സ്നേഹ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, മഴ പെയ്യുകയാണെങ്കിൽ വേഗം വരൂ. മഴ പെയ്യുകയാണെങ്കിൽ വേഗം വരൂ.
അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയും? ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു, മഴേനെ നമുക്ക് ഹീ ഷീ എന്നൊന്നും പറയുവാൻ സാധിക്കില്ല. അവൻ അവൾ അങ്ങനെയൊന്നും നമുക്ക് മഴയെ കാവ്യാത്മകമായി നമുക്ക് വർണ്ണിക്കാം. പക്ഷേ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ മഴയേനെ നമ്മൾ ഇറ്റ് ഉപയോഗിച്ച് പറയണം. മഴയെ നമ്മൾ ഇറ്റ് ഉപയോഗിച്ച് പറയണം. മഴ പെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ്. കം ക്വിക്ക്ലി, വേഗം വരൂ. ആദ്യം ആക്ഷൻ പറയുക, കം. പിന്നെ എങ്ങനെ വരണം എന്ന് പറയുക, ക്വിക്ക്ലി. വേഗം എന്ന് പറയുമ്പോൾ ക്വിക്ക്. നമ്മൾ എങ്ങനെ വരണം എന്ന് വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് ഒരു LY എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. കം ക്വിക്ക്ലി, വേഗം വരൂ. മഴ പെയ്യുകയാണെങ്കിൽ വേഗം വരൂ. ഇഫ് ഇറ്റ് റെയിൻസ്, കം ക്വിക്ക്ലി. മഴ പെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചു വരൂ എന്നെങ്ങനെ പറയും? ശ്രദ്ധിക്കുക എന്ന വാക്ക് കെയർഫുൾ. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ്, കം കെയർഫുള്ളി. ഇഫ് ഇറ്റ് റെയിൻസ്, കം കെയർഫുള്ളി. മഴ പെയ്യുകയാണെങ്കിൽ അകത്തേക്ക് വരൂ. അപ്പോൾ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ്, മഴ പെയ്യുകയാണെങ്കിൽ അകത്തേക്ക് വരൂ. ഇഫ് ഇറ്റ് റെയിൻസ്, കം ഇൻസൈഡ്. ഇഫ് ഇറ്റ് റെയിൻസ്, കം ഇൻസൈഡ്. ഇനി നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്. മഴ പെയ്യുകയാണെങ്കിൽ തുണികൾ അകത്തേക്ക് വെക്കൂ. വെക്കൂ എന്ന വാക്ക് പുട്ട്. മഴ പെയ്യുകയാണെങ്കിൽ തുണികൾ അകത്തേക്ക് വെക്കൂ. മഴ പെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയണം? ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുകയാണെങ്കിൽ തുണികൾ അകത്തേക്ക് വെക്കൂ. ഇവിടെ ആക്ഷൻ എന്താ? വെക്കുന്നതാണ് ആക്ഷൻ. പുട്ട് എന്ത്? തുണികൾ. ദ ക്ലോത്ത്സ്. നമുക്കറിയാം ഏത് തുണികളാണ്. അങ്ങനെ സ്പെസിഫിക് ആയി പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യുക. പുട്ട് ദ ക്ലോത്ത്സ് ഇൻസൈഡ്. ഇഫ് ഇറ്റ് റെയിൻസ്, പുട്ട് ദ ക്ലോത്ത്സ് ഇൻസൈഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു കാര്യം വന്നാൽ, അങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞ് ഓർഡേഴ്സ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇഫ് ഉപയോഗിച്ച് ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നാണ്. നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. ആദ്യം നമ്മൾ പറയുന്നത് നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇഫ്, നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ വ്യക്തിയെക്കുറിച്ച്. നീ എന്ന് പറയുകയാണ്. നീ എന്ന് പറയുമ്പോൾ യു. ഇനി ആക്ഷൻ. അവനല്ല, ആ വ്യക്തി കാത്തിരിക്കണം. ഇഫ് യു വെയിറ്റ്, നീ കാത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം. വി ഷാൽ ഓൾസോ കം. ഞങ്ങളെന്ന് പറയുമ്പോൾ വി. നമ്മൾ പഠിച്ചു, ഭാവിയിലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. എന്നെക്കുറിച്ചോ ഞങ്ങൾ, നമ്മൾ, അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ഭാവിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഷാൽ ചേർത്ത് പറയണം. നിന്നെ അല്ലെങ്കിൽ നീ, വേറൊരു വ്യക്തിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വിൽ ചേർക്കുക. നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം. ഇഫ് യു വെയിറ്റ്, വി ഷാൽ ഓൾസോ കം. കൂടെ എന്ന് പറയുന്ന വാക്കാണ് ഓൾസോ. വി ഷാൽ ഓൾസോ കം. ഇനി നമ്മൾ പറയുകയാണ്, നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവനും വരും. ഇഫ് യു വെയിറ്റ്, ഹീ വിൽ കം.
അവനും കൂടെ വരും എന്ന് പറയണില്ല, അവനും വരും. ഹീ വിൽ കം. ഇഫ് യു വെയിറ്റ് ഹീ വിൽ കം. ഇനി നമ്മൾ പറയുകയാണ്, നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും വരാം. ഞാനും കൂടെ വരാം. നമ്മുടെ നിർബന്ധമല്ല, ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇഫ് യു വെയിറ്റ് ഐ ഷാൽ ഓൾസോ കം. ഞാനും കൂടെ വരാം. ഇഫ് യു വെയിറ്റ് ഐ ഷാൽ ഓൾസോ കം. അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. അവരങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട. അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. ആദ്യം നമ്മൾ അവരെക്കുറിച്ചാണ് പറയുന്നത്, കാരണം അവർ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചമ്മിപ്പോവും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. ആദ്യം കണ്ടീഷൻ പറയുക. ഇഫ് ദേ വെയിറ്റ്, ഞങ്ങളും വരാം. വി ഷാൽ ഓൾസോ കം. ഇനി നമ്മൾ പറയുകയാണ്, അവൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. ഇഫ് ഷീ വെയിറ്റ്സ്, കാരണം അവൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ, ആ സമയത്ത് വെയിറ്റിൻ്റെ കൂടെ ഒരു എസ് ചേർക്കണം. ഇഫ് ഷീ വെയിറ്റ്സ് വി ഷാൽ ഓൾസോ കം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നീ എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയല്ലേ, പക്ഷേ നമ്മൾ നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞപ്പോൾ ഇഫ് യു വെയിറ്റ് എന്നല്ലേ പറഞ്ഞത്. ഇത് ഇംഗ്ലീഷിലൊരു സ്പെഷ്യൽ കേസാണ്. യു, നീ എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ്സ് എന്ന് വേണ്ട, വെയിറ്റ് എന്ന് യൂസ് ചെയ്താൽ മതി. ഇഫ് യു വെയിറ്റ്സ് എന്ന് പറയില്ല, ഇഫ് യു വെയിറ്റ്. അവൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വരാം. ഇഫ് ഷീ വെയിറ്റ്സ് വി ഷാൽ ഓൾസോ കം. അവൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. നമ്മൾ എങ്ങോട്ടോ പോകുവാൻ ഒരുങ്ങുകയാണ്, പക്ഷെ പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തിക്ക് വയ്യ. അപ്പോൾ നമ്മൾ പറയുകയാണ്, അവൾ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് പോകാം. അവൾ ഓക്കെ ആണെങ്കിൽ എങ്ങനെ പറയും? ഇഫ് ഷീ ഇസ് ഓക്കെ. ഇഫ് ഷീ ഇസ് ഓക്കെ. ഇഫ് ഷീ ഓക്കെ എന്ന് പറയില്ല, ഷീൻ്റെ കൂടെ ഇസ് ചേർക്കണം. ഇഫ് ഷീ ഇസ് ഓക്കെ, അവൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. വി ഷാൽ ഗോ. അവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. അതെങ്ങനെ പറയും? വെരി ഗുഡ്. ഇഫ് ഹീ ഈസ് ഓക്കെ വി ഷാൽ ഗോ. നീ റെഡി ആണെങ്കിൽ നമുക്ക് പോകാം. ഇഫ് യു ആർ റെഡി വി ഷാൽ ഗോ. നീ റെഡി ആണെങ്കിൽ നമുക്ക് പോകാം. ഇഫ് യു ആർ റെഡി വി ഷാൽ ഗോ. കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് പാർക്കിൽ പോകാം. കാലാവസ്ഥ വെച്ച് വെദർ. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇഫ് ദ വെദർ, കാരണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള കാലാവസ്ഥയാണ് പറയുന്നത്. അതുകൊണ്ട് സ്പെസിഫിക് ആയി പറയുമ്പോൾ ദ യൂസ് ചെയ്യുക. ഇഫ് ദ വെദർ ഇസ് ഗുഡ് വി ഷാൽ ഗോ. എങ്ങോട്ട്? പാർക്കിലേക്ക്. ടു ദ പാർക്ക്. ഒരു ഡിറക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ടു യൂസ് ചെയ്യണം. ഇഫ് ദ വെദർ ഇസ് ഗുഡ് വി ഷാൽ ഗോ ടു ദ പാർക്ക്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം. അതെങ്ങനെ പറയും? ഇഫ് ദ വെദർ ഇസ് ഗുഡ്, പഠിച്ചല്ലോ, വി ഷാൽ ഗോ ടു ദ ബീച്ച്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി ഒരു സെറ്റും കൂടി നമുക്ക് വേഗം നോക്കാം. ഇഫ് ഉപയോഗിച്ച് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു കോമ്പറ്റീഷനിലേക്ക് ഒരു കുട്ടി തയ്യാറെടുക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തോ ആത്മവിശ്വാസം കൂടുന്നില്ല. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആ കുട്ടിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം?
നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കുവാൻ സാധിക്കും. ഇഫ് യു ട്രൈ. ആദ്യം കണ്ടീഷൻ പറയുക, വെറുതെ ജയിക്കില്ല. നീ ശ്രമിക്കുകയാണെങ്കിൽ. ഇഫ് യു ട്രൈ, നിനക്ക് ജയിക്കുവാൻ സാധിക്കും. യു ക്യാൻ വിൻ. നമ്മൾ പഠിച്ചായിരുന്നു സാധിക്കും എന്ന് പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് ക്യാൻ ഉപയോഗിച്ച് പറയുക. നിനക്ക് ജയിക്കുവാൻ സാധിക്കും. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിന്നെക്കുറിച്ച്. നീ എന്ന് പറയുമ്പോൾ യു, ജയിക്കുക വിൻ. നിനക്ക് ജയിക്കുവാൻ സാധിക്കും. ക്യാൻ അതിനെ നടുവിൽ വയ്ക്കുക. യു ക്യാൻ വിൻ. ഇഫ് യു ട്രൈ യു ക്യാൻ വിൻ. നീ ശ്രമിച്ചാൽ നിനക്ക് ജയിക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് നമ്മൾ പറയുകയാണ്, നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് ഈസിയായി പഠിക്കുവാൻ സാധിക്കും. ഇഫ് യു ട്രൈ യു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ് ഈസിലി. ഈസി എന്ന വാക്കാണ് എളുപ്പമായി. നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഒരു LY ചേർക്കണം. ഈസിലി. നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് ഈസിലി പഠിക്കുവാൻ സാധിക്കും. ഇഫ് യു ട്രൈ യു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ് ഈസിലി. ഈസിലി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഉപയോഗിച്ച് ഒരുപാട് ഡെയിലി യൂസിന് നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസസ് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവരും വളരെ നന്നായി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് എല്ലാവരും ഇതേപോലെ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുക. കഴിഞ്ഞ ക്ലാസ്സിലെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്നും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മഴ പെയ്യുകയാണെങ്കിൽ അകത്തേക്ക് വരൂ. മഴ പെയ്യുകയാണെങ്കിൽ അകത്തേക്ക് വരൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നീ ശ്രമിച്ചാൽ നിനക്ക് ഫസ്റ്റ് കിട്ടുവാൻ സാധിക്കും. തേർഡ് ക്വസ്റ്റ്യൻ. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷന് പോകാം. ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഒരു ഡിറക്ഷൻ കാണിക്കുമ്പോൾ ടു യൂസ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ സെൻറ്റൻസസ് ഫോം ചെയ്യുക. കമൻറ്റ് ബോക്സിലിടുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.